ശബരിമലയിലെ സംഘടിത കൊള്ളയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. ദേവസ്വം ബോർഡ് പ്രതിയായ മറ്റൊരു കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യും. കട്ടിളപ്പാളികൾ കടത്തിയ കേസിലാണ് വീണ്ടും അറസ്റ്റ്. നിലവിലെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞാലുടൻ അറസ്റ്റ് രേഖപ്പെടുത്താനാണ് നീക്കം. വിവരങ്ങളുമായി ആർ രാജീവ് ചേരുകയാണ്. രാജീവ്, എന്താണ് ഈ പുതിയ നീക്കം? ശ്യാം, ഇപ്പോൾ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം കവർന്ന കേസിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി കട്ടിളപ്പാളികൾ കടത്തിക്കൊണ്ടുപോയ സംഭവത്തിൽ കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യുമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ 13 ദിവസത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലേക്ക് കോടതി വിട്ടിട്ടുണ്ട്. ഈ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന ദിവസം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് വീണ്ടും രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതിനുശേഷം വീണ്ടും റാന്നി കോടതിയിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഹാജരാക്കും. റാന്നി കോടതിയിൽ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട എഫ്ഐആറും സമർപ്പിച്ചിരിക്കുന്നത്. ഇതിനുശേഷം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനാണ് നിലവിൽ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇതോടെ കൂടുതൽ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അന്വേഷണ സംഘത്തിന് കസ്റ്റഡിയിൽ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും. നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കൂടുതൽ തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്തേണ്ട സാഹചര്യം ഉണ്ട് എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. മാത്രമല്ല 2019 കട്ടിളപ്പാളികൾ കടത്തിക്കൊണ്ടുപോയ സംഭവമാണ് ഏറ്റവും ഗൗരവമുള്ളതായി അന്വേഷണ സംഘം കാണുന്നത്. ദേവസ്വം ബോർഡ് അംഗങ്ങൾ കൂടി ഈ കേസിൽ പ്രതികളാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. കാരണം 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യമായി കൊണ്ടുപോകുന്നത് കട്ടിളപ്പാളികളാണ്. 2019 മാർച്ചിലായിരുന്നു കട്ടിളപ്പാളികൾ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോകുന്നത്. അന്ന് ദേവസ്വം ബോർഡിന്റെ അനുമതിയോടുകൂടി തന്നെയായിരുന്നു ഈ കട്ടിളപ്പാളികൾ കൊണ്ടുപോകുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി കൽപേഷ് എന്ന് പറയുന്ന വ്യക്തിയാണ് ശബരിമലയിലെത്തി ഈ കട്ടിളപ്പാളികൾ കടത്തിക്കൊണ്ടുപോകുന്നത്. ഏറ്റവും കൂടുതൽ സ്വർണം ഇതിൽ നിന്ന് കവർന്നിട്ടുണ്ടാകാം എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. അതായത് ദ്വാരപാലക ശില്പത്തിൽ നിന്നും നഷ്ടപ്പെട്ടതിനേക്കാൾ സ്വർണം ഈ കട്ടിളപ്പാളികളിൽ നിന്ന് കടത്തിയിട്ടുണ്ടാകാം എന്നാണ് നിലവിൽ അന്വേഷണ സംഘത്തിന്റെ നിഗമനം. അതുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവെടുപ്പും അന്വേഷണവും വേണ്ടിവരുമെന്ന പ്രത്യേക അന്വേഷണ സംഘം കരുതുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് 2 എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എല്ലാ കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഒന്നാം പ്രതി. എന്നാൽ ആദ്യമായി പ്രതിസ്ഥാനത്തേക്ക് ദേവസ്വം ബോർഡ് അംഗങ്ങൾ എത്തിയത് ഈ കട്ടിളപ്പാളികൾ കടത്തിക്കൊണ്ടുപോയ സംഭവത്തിലാണ്. ദേവസ്വം ബോർഡിന്റെ അനുമതിയോടുകൂടിയാണ് കട്ടിളപ്പാളികൾ കടത്തിക്കൊണ്ടുപോയതെന്ന് ആദ്യം പുറത്തുവിട്ടത് ജനൻ ടിവിയാണ്. എ പത്മകുമാറിന് ഇതിൽ പങ്കുണ്ടെന്ന ജനൻ ടിവി രേഖകൾ സഹിതം വ്യക്തമാക്കിയിരുന്നു. ആ രേഖകൾ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ കൈവശമുള്ളതും. അതുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കാനുള്ള തീരുമാനം SIT എടുത്തിരിക്കുന്നതും. ഈ കേസിൽ പ്രത്യേകമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുക, അതിനുശേഷം കൽപേഷ് ഉൾപ്പെടെയുള്ളവരുടെ പങ്ക് കണ്ടെത്തുക, ആവശ്യമെങ്കിൽ കൽപേഷിന്റെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തി മറ്റു നടപടിക്രമങ്ങളിലേക്ക് പോകാനാണ് അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത്.